ഈ അന്വേഷണങ്ങൾ, അതായത് നമ്മൾ ഈ SP ഒക്കെ ആയ സമയത്ത് അന്വേഷണങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യവും സൂപ്പർവൈസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതെ അതെ. അങ്ങനെ ഒരു വളരെ ക്രാക്ക് ചെയ്ത് എടുത്ത ഏതെങ്കിലും ഒരു കേസുകൾ ഉണ്ടോ? അവിടെ ഒരുപാടുണ്ടാവും, ഒരുപാടുണ്ട്. അത് പിന്നെ ചേർന്നപ്പോൾ തൊട്ട് തന്നെ കേസ് അന്വേഷണവും പിന്നെ സൂപ്പർവിഷനും സ്വയം ചിലത് അന്വേഷിച്ച് കൊടുക്കണമായിരുന്നു. ട്രെയിനിങ് അവസ്ഥ തൊട്ട് അന്ന് തൊട്ടേ ഉണ്ട്. അല്ല, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സിനിമകളിലും പുസ്തകങ്ങളിലൊക്കെ അല്ലേ വായിക്കുള്ളൂ, ഇത് നേരിട്ട് അനുഭവമുള്ള ആളാണ്. ഒരുപാട് കഥകൾ ഇതുണ്ട്. അതിൽ ഞാൻ പിന്നെ ഒരൊറ്റ സംഭവം പറയാം, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നതാണ്. അതായത് ഞാൻ ഖടഗ്പൂരിലെ അഡീഷണൽ SP ആയിരുന്നപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് 1992 ഏപ്രിലാണ്, ഏപ്രിൽ അവസാനമാണ്. അപ്പോൾ അതിനൊരു രണ്ടാഴ്ച മുമ്പ് അവിടെ വലിയൊരു സംഭവം നടന്നു. അതായത് അവിടെ ആദ്യം ഒരു ലോറി, അബാൻഡൻ ലോറി കിട്ടി ഖടഗ്പൂർ മാർക്കറ്റിൽ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഈ ഖടഗ്പൂർ സബ് ഡിവിഷൻ്റെ നെക്സ്റ്റ് സബ് ഡിവിഷനാണ് ഛടഗ്രാം സബ് ഡിവിഷൻ. അത് രണ്ടും എൻ്റെ കീഴിൽ തന്നെയായിരുന്നു, അഡീഷണൽ SP ഖടഗ്പൂരിൻ്റെ കീഴിലാണ്. അവിടെ ഒരു ഇത് കിട്ടി, ഒരു ഡെഡ് ബോഡി കിട്ടി അവിടുത്തെ ഒരു ഫോറസ്റ്റിൽ, റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട്. അപ്പോൾ അതൊരു നേപ്പാളി ലുക്കിംഗ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അത് ക്ലീനറാണെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റിൽ പിന്നെ ഡ്രൈവറുടെ ശവം അത് വേറൊരിടത്തുനിന്ന് കിട്ടി. അത് അവിടുന്ന് പിന്നെ കുറേ ദൂരം 2 ദിവസത്തൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്ത് ഇതൊരു കേസാണെന്നുള്ള മട്ടിൽ വന്നു. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് SP പറഞ്ഞിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇത് ടോപ്പ് പ്രയോറിറ്റി, ഇതൊന്നും നമുക്ക് ഒരു ഇത് കിട്ടുന്നില്ല. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡ്രൈവറും ക്ലീനറും വണ്ടി ഒരു 150-200 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അത് പക്ഷേ എങ്ങനെ സംഭവിച്ചു? ആ ലോറിയിലൊന്നും ഇല്ല, തന്നെ ഒരു സാധനവും ഇല്ല. അപ്പോൾ അതെന്തായിരുന്നു? അപ്പോൾ അങ്ങനെ അത് ആരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അത് അന്വേഷിച്ച് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ചേർന്നപ്പോൾ ഒരു മാസം 2 മാസം മുഴുവൻ ഇതിൻ്റെ പുറകെ തന്നെ വേറെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എങ്ങനെയോ സമയം കണ്ടെത്തി ഞാനും ഒരു ടീമും പിന്നെ അത് അവസാനം അത് മനസ്സിലാകുന്ന അവിടെ ഹൗറയിൽ നിന്ന് പോയ ചായയാണ്. 3 ലക്ഷം രൂപയുടെ ചായ പാക്കറ്റ് ഇതായിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു തുമ്പും കിട്ടുന്നില്ല. അവസാനം കഷ്ടപ്പെട്ടാണ് നമ്മൾ അവരുടെ ഈ ഛടഗ്രാം ഏരിയയിൽ തന്നെയുള്ള ചില ഡെക്കോറേറ്റ് ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ് വേറെ ഒരുത്തനെ കിട്ടി. അങ്ങനെ അത് അവരുടെ ഗ്രൂപ്പ് മുഴുവൻ പിടിച്ചു. ഇവിടെ സാധനം എവിടെയെന്നറിയില്ല. അത് പിന്നെ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം കിട്ടി. ഇവിടെ എന്താണ് മറ്റേ അന്ന് ബീഹാറിലൊരു വലിയൊരു മാർവാടിയുടെ വീട്, അയാളുടെ പിന്നെ റുങ്ത എന്നാണ് അയാളുടെ പേരുണ്ടായത്. അപ്പോൾ അയാളുടെ വീടെന്ന് വെച്ചാൽ നിരവധി കൊട്ടാരങ്ങൾക്കുള്ള സ്ഥലമുണ്ട്. അതിനകത്ത് തന്നെ അയാളുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കെട്ടിടമാണ്, വലിയൊരു അമ്പലം, അയാൾക്ക് പേഴ്സണൽ അമ്പലം. ആ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ അത് നടുക്കാണ്. അതിൻ്റെ ഇപ്പുറമുള്ള റൂമുകളിൽ ഈ ചായ വെച്ചിരിക്കുക. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ അത് മിക്കവാറും 70% ചായ ഉണ്ട്. അവസാനം അവരെ ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ അയാൾ ഡിനേ ചെയ്തിരുന്നു, ഇയാളാണെന്ന് പറയും. പിന്നെ അവസാനം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഇവിടെയാ വെച്ചതെന്ന് അവർ കാണിച്ചത്. അപ്പം അതോടെ നമ്മുടെ തെളിവ് സ്ട്രോങ് ആയി. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ വേറെ ഇവിടുന്ന് റിക്കവർ ചെയ്തെടുത്തു. ഇയാൾ തന്നെ ഇവിടെ മാറ്റി വെച്ചതാണ്. അപ്പം അങ്ങനെ അത് വളരെ ക്രൂരമായൊരു സംഭവമായിരുന്നു. അപ്പോൾ അവൻ ഡ്രൈവറെ കൊന്നു. അപ്പോൾ ഡ്രൈവർ അയാളുടെ പേര് തന്നെ അയാൾക്കൊരു ശരിയായ പേരല്ല, അയാളുടെ പേര് വിശ്വനാഥ് മണ്ഡൽ എന്നങ്ങളുടെ പേര് വെച്ചത്. പക്ഷേ ശരിയായിട്ടുള്ളൊരു ആദിവാസിയാണ്. അപ്പോൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ മനസ്സിലായി അയാൾ പേര് മാറ്റിയതാണ്. അപ്പോൾ അയാളുടെ വീട്ടുകാർ പോലും അറിയുന്ന അപ്പോഴാണ്. അത് പിന്നെ വേറെ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് അവസാനം അത് ഒരു വിജയമായി. അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഈ ഇങ്ങനെ അന്വേഷണങ്ങൾക്കിടയിൽ ഈ സംഘർഷങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട്, അതായത് മറ്റ് പ്രക്ഷോഭങ്ങൾക്കിടയിൽ സ്വാഭാവികമാണ്. അതെ അതെ. അതല്ലാതെ അതായത് ഈ കള്ളനെയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ബംഗാളൊക്കെ ആകുമ്പോൾ ധാരാളമുണ്ട്. അതായത് ഈ നമ്മൾ ഒരു പിന്നെ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ആ ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെയൊക്കെ ധാരാളം നായ്ക്കളും ഒക്കെ ഉണ്ട് ഗ്രാമത്തിൽ. അപ്പം രാത്രി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ നായ്ക്കളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. അപ്പോഴേ ഇവർ കള്ളന്മാരെപ്പോഴും മനസ്സിനകത്ത് തയ്യാറായിരിക്കില്ല. അവൻ ആ വീട്ടിൽ തന്നെ നേരത്തെ ഉണ്ടാവില്ല, അടുത്ത വീട്ടിലായിരിക്കും, അവിടുന്ന് അവൻ രക്ഷപ്പെടും. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് പിൻ പോയിൻ്റോടെ പോകുന്നത്. അവിടെ ചെന്നിട്ട് ആരെങ്കിലും വിളിക്കാനോ, എല്ലാവരും ഉറങ്ങായിരിക്കും, വിളിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവന് വിവരം കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ വിവരമെല്ലാം മനസ്സിലാക്കണം, എവിടെയാണ് ഇന്നതാണ് ഇന്ന വീട് ഇങ്ങോട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ചെല്ലും, പെട്ടെന്ന് അവരെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ കൂടെ വളയും നമ്മൾ.
അങ്ങനെ കൂടെയുണ്ട്. അത് ചില ഏരിയാസിൽ ചില സൊസൈറ്റിയിലുള്ളവർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി വെച്ച് വേഗം കൊണ്ടുപോകും, അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരു ദിവസം കുറച്ച് താമസിച്ച് പോയാണ് ഞങ്ങളുടെ സബ് ഇൻസ്പെക്ടർ കുറേ ആവശ്യമില്ലാതെ താമസിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേറൊരാളെ കൂടെ പിടിക്കണം എന്ന്. ഞാൻ ഇപ്പോൾ അതിൽ ഈ ലക്ഷ്യം കഴിഞ്ഞ് ഇന്നത്തെ കിട്ടി. പക്ഷെ ഭയങ്കര ജനക്കൂട്ടം വന്ന് ആ ജനക്കൂട്ടത്തിന് അത് കുറേ സ്ത്രീകളെ ആദ്യം അങ്ങ് വിടും. അപ്പം അതൊരു വലിയ കേസല്ലായിരുന്നു, അതൊരു രാഷ്ട്രീയ അടിപിടിയുടെ കേസായിരുന്നു. അപ്പം അവസാനം ഞങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞു, ആ ആളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. കാരണം അവരെ അടിക്കുകയോ ആ സ്ത്രീകളെല്ലാം കൂടെ അടിക്കാനോ അല്ലെങ്കിൽ കുറേ ആണുങ്ങളും ഉണ്ട്, വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ഒരു പ്രശ്നമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് വിട്ടു പിന്നെ അയാൾ സറണ്ടർ ചെയ്ത് കാണും. അത് അത്ര ഒരു മർഡറോ ഒന്നുമല്ല, അങ്ങോട്ടുള്ള അടിപിടി കേസായിരുന്നു. പക്ഷേ രാഷ്ട്രീയ ഇതുള്ളതുകൊണ്ട് അങ്ങോട്ട് രണ്ട് സൈഡിനെ സമാധാനിപ്പിക്കാൻ അങ്ങോട്ട് പിടിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടുകൂടെ ആയിരുന്നു പക്ഷെ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പൊതുവെ ഞങ്ങൾ വളരെ കെയർഫുള്ളാണ്, പെട്ടെന്ന് കൊണ്ടുപോകും. ഇത് പലപ്പോഴും പലയിടത്തും ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഇതുപോലെ തന്നെ അത് പല പാർട്ടിയിലുള്ളവരുണ്ട്. എല്ലാ പാർട്ടിയിലുള്ള ആളുകളും അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യും ഇപ്പോൾ വിട്ട് കിട്ടണം. യാതൊരു നിയമത്തിനൊരു വിലയുമില്ല. അപ്പോൾ അത് നിയമ സാമാജികരും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മുമ്പിൽ വരുന്നത്. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ വയ്ക്കുകയില്ല, നേരത്തെ തന്നെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് പോലീസ് ജീവിതത്തിൽ.